തെക്കുവ എന്ന് പറയുമ്പോൾ നോമ്പുണ്ട്, തറാവി എല്ലാം ഉണ്ട്. തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് അവന്റെ പെരുമാറ്റം നല്ലതല്ല. എന്താ കാരണത്തിന് നോമ്പാ? വള്ള അയച്ചിട്ടുണ്ട്, ദാഹിക്കുന്നുണ്ട്, എല്ലാം കൂടിയും കൊണ്ട് ചൊരിയണ ഭാര്യയുടെ മേൽക്കുക. അത് നോമ്പ് തുറയുടെ ടൈമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത്. മക്കളെ, എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മളെ ഇണകളോട് മോശമായി പെരുമാറരുത്. ഹദീസിൽ എന്താണ് പറയുന്നത്? നിങ്ങളിൽ ഏറ്റവും വിശ്വാസം പൂർണ്ണമായവൻ, വിശ്വാസ യഖീന്, അള്ളാഹിനോടുള്ള ഈമാൻ വർദ്ധിക്കാൻ നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഇൽമ കരസ്ഥാക്കണ്, മാരിഫത്ത് കരസ്ഥാക്കണ്, അതിനോട് ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ അള്ളാഹു ഈമാൻ അങ്ങനെ വർദ്ധിച്ചു, ഒരാൾക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം എന്താവണം? തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ തന്റെ ഭാര്യയുമായി ഇണചേർന്നതിന് ശേഷം അവളുടെ രഹസ്യം പുറത്തു വിടുന്നവനാകുന്നു. അവളുടെ ശരീരത്തിന്റെ ശാരീരികമായ രഹസ്യങ്ങൾ പുറത്തു വിടുക, അവരുടെ ചാബല്യങ്ങൾ മറ്റുള്ളവരോട് പറയാ, തന്റെ കൂട്ടുകാരോട് പറയാ, അല്ലെങ്കിൽ തന്റെ മറ്റുള്ള ബന്ധപ്പെട്ട ഫ്രണ്ട്സുകളോട് പറയാ, കുടുംബക്കാരോട് പറയാ, പെങ്ങന്മാരോട് പറയാ. അവനാണ് ഏറ്റവും ദുഷ്ടൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദിൻ وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തഖ്വയെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് തഖ്വയാണ് പ്രാധാന്യം. റംസാന് കൊണ്ട് അള്ളാഹു താല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമുക്ക് നൽകാൻ പോകുന്ന അതുകൊണ്ടുള്ള റിസൾട്ട് തഖ്വയാണ് എന്നർത്ഥം. നമുക്ക് തഖ്വയുള്ളവരായി മാറാൻ സാധിക്കും. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ റംസാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം റംസാനിൽ നമ്മൾ മുഴുകേണ്ടത്. അപ്പോൾ അള്ളാഹു താല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയും ഓരോരുത്തരും പദവി അനുസരിച്ച് പദവികൾ നൽകിയിട്ടും അവന്റെ സാമീപ്യം നൽകിയിട്ടും വിലായത്ത് നൽകിയിട്ടും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ തഖ്വ എന്ന് പറയുമ്പോൾ പലപ്പോഴും തഖ്വ എന്ന് പറയുമ്പോൾ പേരില് കള്ള് കുടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, സിനിമ കാണരുത്, അങ്ങനെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകളിലായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മളെ മനസ്സിൽ വരിക. എന്നാൽ തഖ്വയുടെ കാര്യം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇലുള്ള പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇത്തഖുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കുക. സ്ത്രീകളുടെ കാര്യം നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക എന്ന്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നാണ് അർത്ഥം. നമ്മളിവിടെ ഞാൻ സംസാരിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തഖ്വ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഈ തഖ്വയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടാവാം. കള്ളു കുടിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് നിർബന്ധമായി വിട്ടു നിൽക്കേണ്ടത് തന്നെയാണ്. നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ടായിരിക്കാം, മദ്യപിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, മറ്റു നീചകാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങൾ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട തഖ്വയുണ്ട്. ഹുഖൂഖുല്ലാഹ്, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട
ലില്ല ബില്ല, അള്ളാഹിനെ കൊണ്ടുള്ള തഖ്വ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള തഖ്വ, അള്ളാഹുവിലുള്ള തഖ്വ, അള്ളാഹുവിലേക്കുള്ള തഖ്വ പലതുമുണ്ട്. എന്നാൽ സൃഷ്ടികളോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്, ഹുഖൂഖുൽ ഇബാദിനോട് ബന്ധപ്പെട്ട തഖ്വയുണ്ട്. ആ വിഷയത്തില് പലപ്പോഴും പലരും അശ്രദ്ധ കാണിക്കാറുണ്ട്. നമ്മൾ ഈ റംസാൻ മാസത്തിൽ അല്ലാഹു തആല തഖ്വ ഉണ്ടാക്കുവാനാണ് റംസാൻ മാസത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നോമ്പ് നോൽക്കുക തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് നോൽക്കാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ച് അവിടെയൊക്കെ സൂക്ഷ്മത കാണിച്ചു. എന്നാൽ ഇവൻ വളരെയധികം സൂക്ഷ്മത കാണിക്കാൻ മുത്തനബി പറഞ്ഞ പല കാര്യങ്ങളെയും ഇവൻ അവഗണിച്ചു. അപ്പോഴും ഈ റംസാനിൽ ലൈലത്തുൽ ഖദ്റും പ്രതീക്ഷിക്കേണ്ട ഒരാളും റമസാനിലുള്ള മഗ്ഫിറത്തും പ്രതീക്ഷിക്കേണ്ട, റഹ്മത്തും പ്രതീക്ഷിക്കേണ്ട, ഇത്ഖു മിനന്നാറും പ്രതീക്ഷിക്കേണ്ട. അതേതാണത്? സ്വന്തം വീട്ടിൽ നടപ്പിലാക്കേണ്ട തഖ്വ, സൂക്ഷ്മത, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആല നമുക്ക് വിധിവിലക്കുകൾ ഇറക്കി തന്നിട്ട് അതിനെ സൂക്ഷിക്കാനാ പറയുന്നത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യണം. അതാണ് തഖ്വ. അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നമ്മളോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ തഖ്വയുള്ളവരായി മാറുകയാണ്. സ്വന്തം ഉമ്മയോട് പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ അള്ളാഹു തആല കടപ്പാടുകൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വന്തം ഉപ്പയോട് എങ്ങനെ പെരുമാറണം, എന്തെല്ലാം ഉപ്പക്ക് ചെയ്യണം, എന്തെല്ലാം മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു മകനിക്ക് അല്ലെങ്കിൽ ഒരു മകൾക്ക് തന്റെ മാതാപിതാക്കളോട് എന്തെല്ലാം കടപ്പാടുകളുണ്ട്. ആ വിഷയത്തിൽ വിഘ്നം വെച്ചുകൊണ്ട്, വിഘ്നം കാണിച്ചുകൊണ്ട്, ആ വിഷയത്തിൽ പരിഗണന നൽകാതെ നമ്മള് മറ്റുള്ള പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നാലും ശരി അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. തന്റെ മക്കളോടുള്ള കടപ്പാടുകളുണ്ട്. ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, ജോലി ചെയ്യൂല. എന്തേലൊക്കെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിന് പറഞ്ഞതുപോലെ ഉഡായിപ്പ് കാട്ടിയിട്ടിരിക്കും. ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചിക്കണ്, അള്ളാഹു തആല തന്നത് കൊണ്ട് മതി, അള്ളാഹു തആല നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഒരാൾക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, ആയുസ്, സൗകര്യങ്ങള്, ഇതെല്ലാം അള്ളാഹു നൽകിയ ഈ ആരോഗ്യം കൊണ്ടും അവയവങ്ങളെ കൊണ്ടും തൃപ്തരാവുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അള്ളാഹു എവിടെയൊക്കെ പറഞ്ഞ അവിടെ ഉപയോഗിച്ചുകൊണ്ട് തൃപ്തനാവേണ്ടത്. അവൻ ഈ ആരോഗ്യം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അവൻ ജോലി എടുക്കണം, പണിയെടുക്കണം. ആ പണിയെടുക്കുന്നതോടുകൂടി അള്ളാഹുവിന് തവക്കുൽ ചെയ്യണം, അള്ളാഹിനെ ഫലമേൽപ്പിക്കണം. ഈ പണിയല്ല എന്റെ കാര്യകർത്താവ്. ഈ പണി കൊണ്ട് എന്റെയും എന്റെ ഭാര്യ സന്താനങ്ങളുടെയും കാര്യങ്ങൾ നിറവേറിക്കൊള്ളണം എന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഈ ജോലിയിൽ എനിക്ക് ബർക്കത്തുണ്ടാവുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ജോലി എനിക്ക് എളുപ്പമാവുള്ളൂ, ഈ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. ജോലിയിൽ എനിക്ക് ശമ്പളം, പണം കിട്ടിയാലും അതിൽ ഉപകാരം അള്ളാഹു ഉദ്ദേശിച്ചാലേ ഉണ്ടാവുള്ളൂ എന്ന നിലയ്ക്കൽ അള്ളാഹിനെ ഏൽപ്പിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അല്ല പണിയൊന്നും എടുക്കാതെ, ജോലിയൊന്നും എടുക്കാതെ ഞാൻ മുത്തവക്കിലാണ്, എന്നിട്ട് ആളുകൾ ആകെ മറ്റുള്ളവരൊക്കെ കൂടി എല്ലാരും കൂടി പിരിച്ചിട്ടും എല്ലാവരും കൂടി സംഭാവന നൽകുന്നത് അള്ളാന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഊറ്റം കൊള്ളുക, ഇത് മടിയന്മാരുടെ തവക്കുലാണ് എന്നാണ് മഹാന്മാരായ മശൈഖന്മാര് പറയുന്നത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ തവക്കുലല്ല, അത് എന്താണ്? മടിയന്മാർ, ആ തവക്കുൽ മടിയമീയ, മടിയന്മാരുടെ തവക്കുലാണ്. അത് പാടില്ല. ജോലി ചെയ്യുന്നതോടുകൂടി നോമ്പ് നോൽക്കാൻ സാധിക്കണമെന്ന്, ജോലി ചെയ്യുന്നതോടുകൂടി നിഷിദ്ധമായ കാര്യങ്ങളിൽ മാറി നിൽക്കാൻ അവന് സാധിക്കണം. എന്നിട്ട് അള്ളാഹുവിന് മുത്തവക്കിലാവണം. അപ്പൊ എന്താണ്? അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ് തന്റെ ഭാര്യയെയും സന്താനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത്. അവന് നിർബന്ധ ബാധ്യതയാണ്. അവനത് പുലർത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു അവന്റെ നോമ്പ് സ്വീകരിക്കില്ല, പള്ളിയിൽ പോയി ഒഴുത്തിക്കാവും സ്വീകരിക്കില്ല, തറാവീഹ് നിസ്കാരവും സ്വീകരിക്കില്ല. മനസ്സിലാവുന്നുണ്ടാ? തന്റെ മക്കളെ തീറ്റിപ്പോറ്റൽ നിർബന്ധമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരാൾക്ക് പകലില് ജോലിയൊന്നുമില്ല, പകല് ജോലി കിട്ടാൻ ഒരു നിർവാഹമില്ല. അയാൾക്കാകെ ജോലി കിട്ടുന്നത് രാത്രി മാത്രമേ അയാൾക്ക് ജോലി ഉള്ളൂ. പകലിലാണെങ്കിലോ, പകലിൽ ജോലി ചെയ്ത് ഈ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബ പട്ടിണിയാവാണ്. അത്താഴത്തിന് ആഹാരം വാങ്ങാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. നോമ്പ് തുറക്ക് കുട്ടികൾക്ക് നോമ്പ് തുറക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഓനക്ക് പറ്റൂല എങ്കിൽ, ഓനക്ക് ആ രാത്രിയിൽ തറാവീഹ് നിസ്കാരം സുന്നത്താണ് എങ്കിൽ ആ രാത്രിയുള്ള അവന്റെ ഹലാലായ ജോലി അവന് നിർബന്ധമാണെന്ന് മനസ്സിലാക്കണം. ഓനെ തറാവീഹ് നിസ്കാരത്തിനെക്കാട്ടി അവനക്ക് പ്രാധാന്യം എന്താണ്? എന്താണ് പറയാ, അവൻക്ക് ആ ജോലിയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോവാന്. അതേ സ്ഥാനത്ത് രാവിലെ ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ രാത്രിയിൽ ഇപ്പോ അവസാനത്തെ 10 ആകുമ്പോഴത്തേന് കമ്പോളം അലങ്കരിക്കപ്പെടാണ്. കൂടുതൽ ലാഭം കിട്ടാനുള്ള ജോലി തറാവീഹ് ഒഴിവാക്കിയിട്ട് ജോലി ചെയ്ത കൂടുതൽ ലാഭം കിട്ടുമെങ്കിൽ അവൻ എന്താണ്, റമദാൻ മാസത്തിലെ ആദരിക്കാത്തവനുമാണ്. അവൻക്ക് പണമാണ് ആവശ്യം. അവന്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാര്യം ഉണ്ടാകുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ തറാവീഹ് സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്താൽ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം വേറെ ചെയ്തു വെക്കണം. അല്ലെങ്കിൽ അവൻ ജോലി ചെയ്തോട്ടെ. തറാവീഹ് നിസ്കാരം ഇനി വീട്ടിൽ നിസ്കരിച്ചാലും മതി. അവൻ വീട്ടിൽ നിന്ന് തനിച്ച് നിസ്കരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലത്തും മറ്റും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രാവശ്യത്തുള്ള ജമാഅത്ത് കഴിഞ്ഞു ബാക്കിയുള്ള ടൈമിലൊക്കെ ഉള്ളിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു ഓരോരുത്തർ തറാവീഹ് നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കരിച്ചു വന്നാലും പുണ്യം കിട്ടും. ജോലി ചെയ്തോളി, ഹലാലായ ജോലി ചെയ്തോളി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല ഉഡായിപ്പിന്റെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. നമ്മളെ റമദാൻ സ്വീകരിക്കണമെങ്കിൽ, നമ്മൾക്ക് അള്ളാഹു താല റമദാൻ മാസത്തിൽ ആദരിച്ച ആളുകൾ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമുക്ക് പ്രധാനമായ മുഖ്യമായ ഇബാദത്താണ് തന്റെ ഉമ്മ, തന്റെ ഉപ്പ, തന്റെ ഭാര്യ, തന്റെ സന്താനങ്ങൾ, അവർക്ക് വേണ്ടുന്ന അത്യാവശ്യമായ ഭക്ഷണം അവർക്ക് നമ്മൾ നൽകണം, അതിനോട് ജോലി ചെയ്യണം. അത് ഇബാദത്താണ്. നിയ്യത്ത് വെച്ചോളി. അത് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിനെ കൊണ്ട് അത് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെക്കുവ എന്ന് പറയുമ്പോൾ നോമ്പുണ്ട്, തറാവി എല്ലാം ഉണ്ട്. തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് അവന്റെ പെരുമാറ്റം നല്ലതല്ല, ഉമ്മയോടുള്ള പെരുമാറ്റം ശരിയല്ല, ഉപ്പയോടുള്ള പെരുമാറ്റം ശരിയല്ല. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും, ഉമ്മയോടും ഉപ്പയോടൊക്കെ. എന്നാൽ തന്റെ ഭാര്യയുടെ കുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ കുറച്ച് പ്രശ്നം വരും. എന്താ കാരണക്ക്? നോമ്പാ, വള്ള അയച്ചിട്ടുണ്ട്, ദാഹിക്കുന്നുണ്ട്, എല്ലാം കൂടിയും കൊണ്ട് ചൊരിയണ ഭാര്യയുടെ മേൽക്കുക. അത് നോമ്പ് തുറയുടെ ടൈമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത്. മക്കളെ, എന്റെ പ്രിയപ്പെട്ട, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മളെ ഇണകളോട് മോശമായി പെരുമാറരുത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ തെക്കുവ ഉണ്ടാക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാൻ വേണ്ടിയിട്ടാണ് എന്താ റമദാൻ നിശ്ചയിച്ചെങ്കിൽ ഈ ടൈമിൽ നമ്മളത് നന്നാക്കാൻ നോക്കണം. എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ശരിയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുമായി പ്രശ്നവും പണക്കവും എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത വളരെയധികം ദേഷ്യത്തോടു കൂടിയുള്ള ജീവിതമാണ്. അത് ഈ റമദാനോട് മാറ്റണം. അത് തെക്കുവക്കെതിരെയാണ്. ആ തെക്കുവയെ വളർത്തിയെടുക്കാനാണ് ഈ റമദാൻ എന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കണം. ഇതൊരു കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കണം റമദാനെങ്കിൽ. കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവണം. കുട്ടികൾക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തും കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുത്തും ഭക്ഷണം അതുകൊണ്ട് മാത്രമൊന്നും കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് കഞ്ഞിയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള അവരുടെ ഉമ്മയും ഉപ്പയും സന്തോഷത്തിലാണെങ്കിൽ കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വിദായില് അവസാനമായി നമ്മളോട് ചെയ്ത പ്രത്യേകതയാണ് തന്റെ ഇണകളെ സൂക്ഷിക്കണം. ഭാര്യമാർ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. ആ സ്ത്രീകളിൽ ഏറ്റവും തന്നെ ഒരു വിവാഹം കഴിച്ച ആൾക്ക് ഏറ്റവും മുഖ്യമായ ഒരു കാര്യം, ഉമ്മയെ കഴിഞ്ഞാൽ ഉപ്പയെ കഴിഞ്ഞാൽ തന്റെ സ്വന്തം ഭാര്യയാണ്. തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറണം. അവരിൽ നിന്ന് വല്ല വിഷമം വന്നാൽ തന്നെ ക്ഷമിക്കാനാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തു നിസായിൽ 19-ാമത്തെ ആയത്ത് എടുത്ത് നോക്ക്. എല്ലാവർക്കും പറയാണ്ട് ഉസ്താദ് ഈ കുടുംബജീവിതത്തിനെ സംബന്ധിച്ച് എന്തിനാ റംസാൻ തമ്മിൽ എന്താ പണ്ട അതാ ബന്ധോ? തെക്കുവ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിയാക്കാനാ റംസാൻ തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോക്ക്, എന്ത് രസം ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും കുടുംബബന്ധം പുലർത്തുന്നവരാണ്. പക്ഷെ നമ്മളിൽ എവിടെയാണ്, അപ്പൊ ഞാനൊക്കെ ഭാര്യ നല്ല പോലാണെന്നാണ് എന്റെ വിചാരം. പക്ഷെ നമ്മൾ ചിന്തിക്കണം എവിടേക്കാണ് അവിടെ തടസ്സം വരുന്നത്, അത് നമ്മൾ തിരുത്താൻ തയ്യാറാണ്. ഇതേപോലെ ഭർത്താവിനോട് ഭാര്യയും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. തന്റെ ഭർത്താവിനെ റമദാൻ മാസത്തിൽ ശരിയാക്കാനുള്ള മാർഗമാണ് തന്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറണം. ഭർത്താവ് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ ഭാര്യയ്ക്ക് പറ്റണം. വിട്ടുവീഴ്ച രണ്ടുപേരും ചെയ്യണം. എന്നാലേ അതാണ് തെക്കുവ. അപ്പോൾ അല്ല ഇഷ്ടപ്പെടുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിൽ 19-ാമത്തെ ആയത്തില് അതിലൊരു ചെറിയ ഭാഗം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടൊരു ഭാഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് പറയാണ്,
ഭാര്യയോടുള്ള കടപ്പാടുകളോട് ബന്ധപ്പെട്ട് ഭാര്യയോടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് സംസാരിച്ച് പറയാണ്. ഞാൻ കൂടുതൽ ഓതാത്തെന്ന് നമ്മൾ പരിമിതമായ സമയത്ത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പോവാച്ചിട്ടാണ്. ഖുർആൻ പറയാണ് വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളോ മറ്റോ അല്ലെങ്കിൽ അവളെ നല്ല നീചവൃത്തിയോ മറ്റോമായിട്ട് നിങ്ങളിടയ്ക്ക് വന്നാൽ തന്നെ വഅശിറുഹുന്ന, നിങ്ങൾ അവളോട് പെരുമാറുക, ഇടപെടുക, ബിൽ മഅറൂഫ്, നല്ല വിധത്തിൽ, നല്ല സ്വഭാവം, നന്മയോടുകൂടി നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പെരുമാറുക. ഖുർആൻ പറയാം. അല്ലാതെ ഈറ്റപ്പുലിയെ പോലെയല്ല, ചാടല്ല വേണ്ടത്. ക്ഷമിക്കണം, നല്ല രീതിയിൽ പെരുമാറുക. എന്നിട്ട് പറയണം ഫഇൻ കരിഹ്തുമൂഹുന്ന, ഇനി നിങ്ങൾ അവളെ വെറുക്കുകയാണ് എങ്കിൽ, അവരെ വെറുക്കുകയാണ് എങ്കിൽ, അതായത് നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വെറുപ്പുള്ള കാര്യങ്ങൾ, അവളിൽ നിന്നും വെറുപ്പുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് വെറുപ്പുണ്ടാവും. ഇത് ഭാര്യമാരും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്റെ ഭർത്താവിന്റെ ഇഷ്ടവും സന്തോഷവും കിട്ടണമെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പൊ അവർക്ക് ഇഷ്ടമല്ല, നീ തലമറച്ച് നടക്കുന്നത് ഇഷ്ടമല്ല, മക്കനിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല, നിസ്കരിക്കണത് ഇഷ്ടമല്ല, നോമ്പോക്കണത് ഫർള് നോമ്പ് നോക്കണത് ഇഷ്ടമല്ല എങ്കിൽ അതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ അത് അനുസരിക്കുന്നതോടുകൂടി ഭർത്താവിനോട് നല്ല രീതിയിൽ എപ്പോഴും പെരുമാറണം. നിങ്ങൾ പറഞ്ഞമാര് നിൽക്കടക്കാൻ പറ്റൂല എന്നുള്ളതല്ല. മിണ്ടാതിരിക്കെ സൗമ്യമായിട്ട് നീ തലമറക്കാൻ പാടില്ല, നിന്റെ ഔറത്ത് നിന്റെ ദേഹം വെളിപ്പെടുത്തിക്കൊണ്ട് അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങാം, അതാണ് എനിക്ക് ഇഷ്ടം. എന്നിട്ട് എന്റെ ബൈക്കിന്റെ പിന്നിൽ ഇരിക്കണം, എന്റെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് പുതിയ കാണിച്ചിരിക്കണം എന്ന് പറഞ്ഞാല് നീ ഒന്നും മിണ്ടണ്ട. പക്ഷെ നീ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് മാത്രം. എങ്ങനെ? നീ അതൊക്കെ മറച്ചുകൊണ്ടായിരിക്കണം പുറത്തു പോകേണ്ടത്. അവനോടൊപ്പം പ്രതികരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രതികരിച്ചാൽ മതി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഭർത്താവിനേക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് അവനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ പിന്നെന്ത് ചെയ്യും? നീ പറഞ്ഞത് അവനനുസരിക്കാൻ തുടങ്ങും. പിന്നെ അവൻ പറയും എന്നാ നീ എന്റെ ഇഷ്ടം പോലെ നീ അത് ചെയ്തോളി, നീ മറിച്ചിട്ട് എന്നെ പുറത്തേക്ക് പോയി. പിന്നെ അവനക്കും തോന്നും കുറെ കഴിഞ്ഞാൽ എന്താ ഞാനിങ്ങനെ ജീവിച്ചിട്ട് കാര്യം, ഞാനും നേരാവണം. അങ്ങനെ ഈ പെണ്ണിനെ കൊണ്ട് ആര് നേരാവണം? തന്റെ ഇണ നേരാവണം, ഭർത്താവ് നേരാവണം, ഈ പുരുഷൻ നേരാവണം. അങ്ങനത്തെ ഒരു വലിയൊരു ദൗത്യം ഒരു സ്ത്രീയിലുണ്ട്, തന്റെ ഭർത്താവിന്റെ ദീനിന്റെ കാര്യം. ഇങ്ങനത്തെ ഭർത്താക്കന്മാരാകുമ്പോൾ അവരെ നേരെയാക്കാൻ നല്ല ഹിക്മത്ത് വേണം, നല്ല ഹിക്മത്ത്, നല്ല സ്വഭാവം വേണം. തന്ത്രപരമായിട്ട് അവനോട് നല്ലപോലെ നിന്നിട്ട് അവരെ നേരാക്കാൻ നോക്കണം. അതാ ബുദ്ധി. അല്ലാതെ ഒക്കത്ത് ഞാൻ ദീനുള്ള ആളാന്ന് പറഞ്ഞിട്ട് ചാടിപ്പോണ്ടകുണ്ട്. അപ്പൊ സ്ത്രീയും ശ്രദ്ധിക്കണം. സ്ത്രീ ഭർത്താവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, നോട്ടങ്ങള്, തുറിച്ചുനോട്ടങ്ങള്, ഇതിന്നൊക്കെ സ്ത്രീ ഒഴിവാകണം. എന്തെങ്കിലും പറയുമ്പോൾ ഓനെങ്ങനെ നോക്കുക, അല്ല ഓന്റെ ഉമ്മാനെങ്ങനെ നോക്കുക, ഓനക്ക് ഇഷ്ടപ്പെടോ? ഓന്റെ സ്വന്തം ഉമ്മാനെ പോറ്റി വളർത്തിയ തന്റെ രക്തം, തന്റെ സ്വന്തം ഉമ്മാനെ അങ്ങനെ നോക്കണോ? ഓനക്ക് ഇഷ്ടപ്പെടോ? ഇതൊക്കെ ചിന്തിക്കണം. ഓനക്ക് ഓന്റെ ഉമ്മാനെ സംബന്ധിച്ച് ഓന്റെ പെങ്ങന്മാരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞാൽ ഓനക്ക് ഇഷ്ടപ്പെടോ? ഓനോട് ഓന്റെ ഉമ്മാനെ പറ്റിയിട്ട് പെങ്ങന്മാരെ പറ്റി കുറ്റം പറയണ്ട. അവർക്ക് ഇഷ്ടമുള്ള ഓന്റെ പെങ്ങന്മാരോട് പുകഴ്ത്തി പറഞ്ഞിട്ട് അനക്കെന്ത് നഷ്ടം വന്നു? അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ ജീവിക്കുക. ഇനി ഈ ഒരു പെണ്ണിൽ നിന്നും നീ വെറുക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് അല്ല സിട്ടാവായ അല്ല പറയും. നമ്മൾ പറയും അള്ളാഹ്ക്ക് അറിയായിട്ടാണെന്നും പറയാൻ പറ്റൂലല്ലോ. മറ്റുള്ളൊക്കെ പറയാം ഉസ്താദിനെ അറിയായിട്ടാണ് ഇന്റെ പെണ്ണിന്റെ കഥ എന്നാ പറയും. പക്ഷെ അള്ളാഹ്ക്ക് അറിയായിട്ടെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഖുർആൻ പറയണ എന്താണ്? നിങ്ങൾ അവരെ വെറുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളെ അവർ വെറുപ്പിക്കുകയാണെങ്കിൽ, വെറുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പുരുഷന്മാരോട് പറയുന്നതാ എന്നെ പോലെയുള്ള എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്റെ ഭാര്യയിൽ നിന്ന് വന്നു, ഭാര്യ എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ്, ഞാനത് അള്ളാഹുവേ നിന്റെ മാർഗം ഞാൻ ക്ഷമിച്ചിരിക്കും. അതുകൊണ്ട് നിനക്ക് ഉന്നതമായ പദവികൾ അല്ല നൽകുന്ന പറയണത്. എല്ലാം ശരിയാക്കി തീർന്നു പറയാം, ഒന്ന് ക്ഷമിച്ചടോ, എല്ലാം ശരിയാവും എന്ന് പറയില്ല. എന്ന് പറഞ്ഞ വർത്താനം അല്ല പറയണത്. നീ ക്ഷമിക്കുക. സാരല്ല, എന്റെ സഖിയല്ലേ, എന്റെ കൂടെ കിടക്കുന്നോടല്ലേ, എനിക്ക് എന്തെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്റെ ഭാര്യ, എന്തെല്ലാം ചെയ്തു. എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നു, വെള്ളം തീരുന്നു, ഞാൻ വരുമ്പോ എന്റെ വസ്ത്രം അലക്കുന്നു, എന്റെ കുട്ടികൾക്ക് വസ്ത്രം അലക്കുന്നു, എല്ലാം ചെയ്യും. എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ഇനി ഓളെത്തുന്ന ഒരു പ്രയാസം വന്നു, ഞാൻ ക്ഷമിച്ചു. ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. അത് സാരല്ല, എന്റെ ഭാര്യ, എന്റെ പെണ്ണുങ്ങളല്ലേ, സാരല്ല. അങ്ങനെ ഒഴിവായി പോയി. നമ്മൾ ചെറിയ 3 വയസ്സായ കുട്ടി വന്നിട്ട് പറയാനുള്ളൂ വാപ്പാ പോടാ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറയുക? ചെറിയ കുട്ടി ഹാപ്പിയല്ലേ, സാരല്ല. അത് നമ്മളെ സ്വന്തം കുട്ടിയാണെങ്കിലോ അല്ലെ, പാപ്പ പോടാന്ന് പറഞ്ഞ ആരാനോട് അപ്പുറത്തുന്ന ആളോട് പാപ്പ പോടാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ചിരിക്കുള്ളൂ. എടാ എന്റെ മോള് എന്നെ വാപ്പ പോടാന്ന് പറഞ്ഞ ചിരിക്കുള്ളൂ, കാരണം കുട്ടിയല്ല.
പെണ്ണുങ്ങളെ കാര്യത്തിലും കുറച്ചൊക്കെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു. അവൻ ക്ഷമിച്ചാൽ അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാര്യത്തെ വെറുത്തു കഴിഞ്ഞാൽ അടുത്ത് തന്നെ നിങ്ങൾ വെറുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ അല്ലാഹു തആല നല്ല ധാരാളമായി അധികരിച്ചതായ ഖൈർ ചെയ്യാനും മതിയായവനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ അള്ളാഹ് ചിലപ്പോൾ നല്ല ഖൈർ ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലെ, നിങ്ങൾ അങ്ങനെ വെറുക്കുന്നതായ കാര്യം വെറുക്കുന്നുണ്ടല്ലോ, അതെല്ലാം പിന്നീട് എന്തായേക്കാം? അല്ലാഹു തആല അതില് അധികരിച്ച നന്മ ചെയ്യാൻ സാധ്യതയുണ്ട്. ഖുർആൻ അല്ലാഹ് പറയാം. അതുകൊണ്ട് ഭാര്യമാരിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോഴത്തിന് എടുത്ത് പ്രയാസപ്പെടരുത്. എന്റെ ഭാര്യ എങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്ത വിഷമായി ഉസ്താദ്, ഓളങ്ങനെ പറഞ്ഞിട്ട് വല്ലാത്ത വിഷമായി. അപ്പൊ പറയാനുള്ളത് എന്താണ്? സാരല്ല, എന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് തന്നെ വേണ്ടത് വിട്ടുവീഴ്ച ചെയ്യും. അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്. നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം അവൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെ, വെറുതെ ഒരു മനുഷ്യത്തെ അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? പിന്നീട് അതിൽ ഖൈറ് ചെയ്യും. അങ്ങനെ നിന്റെ ക്ഷമ കണ്ടിട്ട് അവളും നേരാവും, നിന്നെ കൊണ്ട് അവള് നേരാവും. അവന്റെ സ്വഭാവത്തെ നേരാക്കൽ നിന്റെ കടമയാണ്. ഒരു ഭർത്താവ് വിജയിക്കൽ എപ്പോഴാണ്? തന്റെ ഭാര്യ നേരാവുമ്പോഴാണ്. ചിലപ്പോ അവള് അങ്ങനത്തെ സ്വഭാവവുമായിട്ട് അവൾ നിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ നീയുമായിട്ട് 2-3 വർഷം താമസിക്കുമ്പോൾ അവളുടെ സ്വഭാവം മാറി. എല്ലാരോടും വീട്ടുകാർ, അവളുടെ കുടുംബക്കാരെന്നെ പറയാണ്, അവളാകെ മാറിപ്പോയിട്ടോള്, അവളാകെ മാറിപ്പോയി കല്യാണം കഴിച്ചു. ഇപ്പൊ ഉമ്മനോടും ഉപ്പനോടും ആങ്ങളമാരോടൊക്കെ എന്തോ ഒരു സ്വഭാവം, നാത്തുമാരോടൊക്കെ എന്ത് രീതിയിലാണ് അവള് പെരുമാറുന്നത്. അത് ആ കെട്ടിയോന്റെ പുയ്യാപ്പലിന്റെ കഴിവെന്നാട്ട്. അങ്ങനെ വേണോ? ആ നിലയ്ക്ക് നീയും ആ നിലയ്ക്ക് നിന്നും കണ്ട് അവളെ ഉപദേശിച്ച് അവളെ നേരാക്കല് നിന്റെ കടമയാണ്. ഒരു വിവാഹം കഴിച്ച സ്ത്രീയോട് ചെയ്യേണ്ട കടപ്പാടിൽ മുഖ്യമായി അള്ളാന്റെ റസൂല് പറഞ്ഞ അദ്ദിബൂഹുന്ന, അവൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ കടമയാണ്. അല്ല വെറും തീറ്റയും ചെലവും മാത്രം കൊടുത്താൽ പോരാ. അവൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെ സൽസ്വഭാവിയാക്കി മാറ്റണം. ഇനി നമ്മളാദ്യം സൽസ്വഭാവം ഉണ്ടാവണം. റമളാനിൽ ശരിയാക്കേണ്ട തെക്കുവയാണ് ഈ പറയുന്നത്. ഇവിടെ പറ്റും, സന്തോഷത്തിൽ വീട്ടിൽ കഴിയും, വിട്ടുവീഴ്ച ചെയ്യും. മുന്നേ ഭാര്യനോട് പോലെ അപമര്യാദ പെരുമാറിച്ച് പൊരുത്തപ്പെട്ട ആളിട്ടാന്ന് പറയും. അപ്പൊ തന്നെ ഭാര്യ ഇങ്ങോട്ട് ഭർത്താവിനോട് പറയും പൊരുത്തപ്പെട്ട ആളിട്ടാ. നമ്മുടെ റമളാൻ മാസമാണ്, നമുക്ക് 2 ലൈലത്തുൽ ഖദ്ർ പോകും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പോവുക. നമ്മുടെ ഉമ്മാരോടോ വാപ്പാരോടോ വല്ലതും ഉണ്ടെങ്കിൽ അവരെയും പൊരുത്തപ്പെടിപ്പിക്കുക. അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം. എന്നാലേ ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹ് നമ്മളെ മേൽ റഹ്മത്ത് ചൊരിയും. അവന്റെ മലക്കുകളെ കൊണ്ട്, മലക്കുകൾ റഹ്മത്തുമായിട്ടാണ് ഇറങ്ങിയ, ബർക്കത്തുമായിട്ടാണ് ഇറങ്ങിയ. അപ്പൊ നമുക്ക് അതൊക്കെ കിട്ടും. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതം ഉഷാറാവും, ദുനിയാവും ആഖിറവും ഒക്കെ ഉഷാറാവും, ഒലിവാവും എന്ന് അങ്ങോട്ടോട് പറയാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയണത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസ് ഉണ്ട്. സ്വഹീഹായ ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു തആല തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൽ എന്താണ് പറയുന്നത്? നിങ്ങളിൽ ഏറ്റവും വിശ്വാസം പൂർണ്ണമായവൻ, നിങ്ങളുടെ എന്താണ് പറയാ, തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറുന്നവൻ. അങ്ങനെ നിങ്ങളിൽ വിശ്വാസം പൂർണ്ണമായി, നമ്മൾ വിശ്വാസം പൂർണ്ണമാവാനാണല്ലോ പലതും ചെയ്യുന്നത്. ആ വിശ്വാസം പൂർണ്ണമായി കഴിഞ്ഞാൽ നിനക്ക് എന്ത് വിശേഷണം വരും? വിശ്വാസ യഖീന്, അള്ളാഹിനോടുള്ള ഈമാൻ വർദ്ധിക്കാൻ നമ്മൾ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഇൽമ കരസ്ഥാക്കണ്, മാരിഫത്ത് കരസ്ഥാക്കണ്, അതിനോട് ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ അള്ളാഹു ഈമാൻ അങ്ങനെ വർദ്ധിച്ചു, ഒരാൾക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം എന്താവണം? ഈമാനുണ്ട് വർദ്ധിച്ചാൽ പിന്നെ 2 വിവാഹം കഴിക്കണം, 3 വിവാഹം കഴിക്കണം, 4 വിവാഹം കഴിക്കണം. എന്നിട്ട് ആദ്യം വിവാഹിച്ച പെണ്ണിനോട് ഒരു ജാതി കാട്ടിൽ കാട്ടുക, എന്നിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിനെ ശരിക്കുമ്പോൾ ചെലവ് കൊടുക്കൂല, അല്ലെ ആ പെണ്ണിന്റെ അടുത്ത് നല്ലപോലെ പെരുമാറൂല. 2ാമത്തെ പെണ്ണിനോട് വല്ലാത്ത പ്രണയം, നീയാണ് എന്റെ എല്ലാം, എന്റെ ദീനം പൂർത്തിയായത് നിന്നെ കൊണ്ടാണ്. ഇങ്ങനെ ഞാന് വിവാഹം 2-3 കഴിക്കുന്നതിന് എതിര് പറയല്ല. അത് ഈമാൻ പൂർത്തിയായതിന്റെ തെളിവ് അതല്ല. അങ്ങനെ ചിലവർ മനസ്സിലാക്കുന്നുണ്ട്. ഈമാൻ പൂർത്തിയാക്കണതിന്റെ തെളിവ് റസൂലുള്ള പറയുന്നത് അല്ല, റസൂലുള്ള അങ്ങനെ പറയല്ല, നമ്മളെ ഭാഷയിൽ പറയാം, നിന്റെ ഭാര്യയോട് നല്ല സൗമ്യമായി പെരുമാറും. പറഞ്ഞ കേട്ടൂലേ? എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂലേ? ഒരു മന്ദബുദ്ധി, പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തോള്, മണ്ടൂസ്.
അവന്റെ ഉപ്പന്റെ മേലെ കൊണ്ടുവന്നിട്ട ഭാരമാണ് നീ. ഇത് ഞാൻ അറിയില്ലായിരുന്നു. കാക്കട്ടെ, അല്ലാഹുവിന്റെ കാത്ത് ആരോടാണ് ഈ പറയുന്നത്? നിന്റെ സ്വർഗ നിന്റെ ഭാര്യ, മനസ്സിലാവും? നിന്റെ സ്വർഗ നിന്റെ ഭാര്യ, അവളിലൂടെ സ്വർഗത്തിലേക്ക് എത്തേണ്ടത്. എന്റെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാധ്യമാണിത് എന്ന് മനസ്സിലാക്കി. നിന്റെ ഇണയായിട്ട് നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവളാണ് അവൾ. അവളോട് നീ നല്ല നിലയിൽ പെരുമാറും. അല്ലാഹുവിന്റെ റസൂല് പറയാം, നിങ്ങളിൽ ഈമാൻ പരിപൂർണമായവൻ തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറും. അത് എനിക്ക് തൗഫീഖ് നൽകാൻ നമുക്കല്ല. റസൂലുള്ള പറയാ സത്യം. അത് ഉണ്ടാക്കാൻ പറ്റിയില്ല, നിന്റെ ഈമാൻ പൂർത്തിയല്ല. നീ ഏത് സൂഫി ആയാലും, ഏത് തെക്കവയുള്ളവനായാലും, ഏത് പണ്ഡിതനായാലും ശരി, ഏത് ആബിദായാലും ശരി, നീ എത്ര പ്രാവശ്യം ഈ റമദാൻ മാസം മുഴുവൻ പള്ളിയിൽ എത്തിക്കാഫ് ചെയ്താലും ശരി, നിന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ നിന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറും. ഭാര്യയോട് സൗമ്യമാവും പെരുമാറും. പലരും എഴുത്തിക്കാഫില്ലാണ്, എല്ലാരും എല്ലാം പറയുന്നത് കേട്ടാ. എന്നെ പോലത്തോരാന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇങ്ങനത്തെ കോപമുള്ള ആൾക്കാർക്കാന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ ഭാര്യനായിട്ട് പ്രശ്നം? പള്ളിയിൽ വീട്ടിൽ പോയാൽ ഭാര്യനായിട്ട് പ്രശ്നമാവും, വീട്ടിൽ പോയ ഉമ്മനായിട്ട് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. എന്താ, ഞാൻ പോലും പള്ളിയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇബാദത്തിലായിട്ടാണ് കൂടാ. എടോ, നിനക്ക് ഏറ്റവും ഉത്തമൻ നിന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാക്ക്, അവളെ നല്ലപോലെ ആക്ക്, നല്ല രീതിയിൽ പെരുമാറിയിട്ട് അവളെ കൂടി അവരുടെ കുട്ടികളോടും പെരുമാറിയിട്ട് അവരൊക്കെ നേരാക്ക്. അത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം, മനസ്സിലാവണ്ട. ഒരിക്കലേ ഈ മുസ്നദ് അഹമ്മദിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മുസ്നദ് അഹമ്മദിൽ ഒരു വിഷയം, ഒരു ഹദീസ് വിവരിക്കുന്നുണ്ട്. അതായത് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, സഹാബി വര്യനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ശപഥം, ഒരു സത്യം ചെയ്തു. ഒരു കരാർ, ഒരു സത്യം ചെയ്തു. എന്താണ് ശപഥം ചെയ്തത് മഹാനവറുകളെ? അതായത് അവർ കൂടുതൽ ആഖിറത്തിൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തിട്ട് ആഖിറത്തിലേക്ക് രക്ഷ കിട്ടണം. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ മൂപ്പര് എന്ത് ചെയ്തു? ഒരു ശപഥം ചെയ്തു, ഇനി ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിക്കുകയില്ല. അങ്ങനെ ഞാൻ ഫുൾ ടൈം ഇബാദത്തിൽ മുഴുകാൻ തീരുമാനിക്കും. അപ്പൊ അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിഞ്ഞു. അതറിഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ ശക്തമായിട്ട് ശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല, എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു പറഞ്ഞു, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. നിന്റെ ഭാര്യയോട് ബാധ്യത നിറവേറ്റാതെ നീ ഇബാദത്തിൽ മാത്രം മുഴുകിയിട്ട് ആഖിറത്തിൽ രക്ഷ നേടുക എന്നുള്ള കാര്യം സാധ്യമല്ല. നിന്റെ ആഖിറത്തിൽ രക്ഷ നിനക്ക് വേണോ, നിന്റെ ഭാര്യയോടുള്ള ബാധ്യത നീ നിറവേറ്റൽ നിനക്ക് നിർബന്ധമാണ്. അത് ഏറ്റവും വലിയ ഇബാദത്താണ് എന്നുള്ള ആശയം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മുസ്നദ് അഹ്മദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ പറയാണ്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആഖിറത്തിൽ രക്ഷ ലഭിക്കുവാൻ വേണ്ടി ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയും ഭാര്യയുമായി ബന്ധം സ്ഥാപിക്കുകയില്ലെന്നും സത്യം ചെയ്തു, ശപഥം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ സത്യം ചെയ്ത് പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശക്തമായി എതിർക്കുകയും എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, നിന്റെ ഭാര്യയോട് നീ ഒരു ബാധ്യത നിറവേറ്റണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തെക്കുവ എന്ന് പറഞ്ഞാൽ വെറും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആഖിറ നഷ്ടപ്പെട്ടു പോകും. എപ്രകാരം ഒരു ഭർത്താവിനെ വെറുപ്പിച്ച ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ഭർത്താവ് ഈ ഭാര്യനെ കൊണ്ട് തൃപ്തനല്ലെങ്കിൽ ഈ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതുപോലെ തന്നെ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് തൃപ്തയല്ലെങ്കിൽ, കാരണമൊന്നുമില്ലാതെ തൃപ്തയല്ലെങ്കിൽ ഇവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹദീസും ഖുർആനും മൊത്തം ഒരു പുരുഷനോട് സംവദിക്കുന്നത് പോലെയാണ് സംവദിക്കുള്ളൂ. അത് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഒരാൾ അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ ഭാര്യയെ പ്രയാസപ്പെടുത്തി, അവളെ ബുദ്ധിമുട്ടിച്ചു, അവൾക്ക് ഒരു പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല, അവൾ വലിയ തെക്കുവാക്കിയിട്ട് ഓരോന്റെ ഭാര്യയെ പിടിച്ചിട്ട് റൂമിലടച്ചു, അവളെ പുറത്തു കൊണ്ടുപോകില്ല, കാരണം അവളെ ഹറാമിലാവരുത്, അവളെ വേറെ ആരും കാണാൻ പാടില്ല. അങ്ങനെ അവളെ പ്രയാസപ്പെടുത്തി, അവൾക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി, ഹലാലായ വിധത്തിലുള്ള അവൾക്കുള്ള ആസ്വാദനങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. അങ്ങനെ അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവൾ ഈ ഭർത്താവിനെ വെറുത്തു, അങ്ങനെ ഭാര്യ ഭർത്താവിനെ വെറുത്തു കഴിഞ്ഞാൽ ഈ വെറും സ്വർഗത്തിൽ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്?
ഭാര്യമാരെ അങ്ങനെ പ്രയാസപ്പെടുത്തരുത്. ദീനിന്റെ പേര് പറഞ്ഞിട്ടാണ് പലരും പ്രയാസപ്പെടുത്തുന്നത്. പാടില്ല. അവർക്കും വേണം പുറം ലോകം കാണാൻ. ഹലാലായ നിലയ്ക്ക് നീ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കാണിച്ചു കൊടുക്കണം. ഹലാലായ വിധത്തിലുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട്. നമ്മളെല്ലാരും നേരാക്കി തരട്ടെ. ഭാര്യമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റാത്തൊരു നികൃഷ്ട ജീവികളായിട്ട് കാണാൻ പാടില്ല അവരെ. അവരാണ് ഉത്തമര്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള കാര്യമാണ് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാവുക, അല്ലേ? ഇന്ന് ഇസ്ലാമിലെ മുത്തനബിയുടെ ഉമ്മത്തിൽ ആദ്യത്തെ ഷഹീദാരാണ്? ഒരു സ്ത്രീയാണ്, മഹദിയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹ. സഹാബി വലിയ അവരാ ആദ്യത്തെ ഷഹീദ്. എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലാഹു തആല നമുക്ക് സത്യം മനസ്സിലാക്കി തരട്ടെ. സ്ത്രീകൾ അങ്ങനെ വെറുക്കപ്പെട്ട ആളുകളൊന്നല്ല. അല്ലാഹു തആല പറഞ്ഞ നിയമങ്ങൾ, മുത്തനബി കാണിച്ച നിയമങ്ങളെ വരമ്പുകൾ നമ്മൾ വെക്കണം. ആ നിയമങ്ങളും ആ മറകളും വെച്ചുകൊണ്ട് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കണം. ഹലാലായ സ്വാതന്ത്ര്യം. അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു സ്ത്രീയോട് തന്റെ ഭാര്യയെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഭാര്യയോട് പിണങ്ങാൻ പാടില്ല. മുത്തനബിയുടെ കൽപ്പന. നീ അങ്ങാടിയിൽ വെച്ച് തന്റെ ഭാര്യയോട് പിണങ്ങരുത്. നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കരുത്. അവളുടെ കുടുംബക്കാരുടെ ഇടയിൽ വെച്ച് അവളെ മോശമായി സംസാരിക്കരുത്. ഇതൊക്കെ ദീൻ പഠിപ്പിച്ച, മതം പഠിപ്പിച്ച നിബന്ധനയാണ്, അദബാണ്. ഏത്? ഭാര്യയെ അവളുടെ കുടുംബക്കാരുടെ ഇടയിൽ വെച്ചിട്ട് അവളെ മോശമാക്കി സംസാരിക്കരുത്. അതുപോലെ തന്നെ നിന്റെ സ്വന്തം കുടുംബക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് തന്നെ നിന്റെ പെങ്ങന്മാർ, നിന്റെ ഉപ്പ, നിന്റെ ബാക്കി കുടുംബം, അവരുടെ മുന്നിൽ, അവരുടെ ഇടയിൽ നിന്റെ ഭാര്യയെ ഇകഴ്ത്തി സംസാരിക്കരുത്, പരിഹസിക്കരുത്, അവളോട് ദേഷ്യപ്പെടരുത്. അവരുടെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യയെ അടിക്കരുത്. വല്ലാത്തപ്പോഴും അടിക്കരുത്. എന്നാലോ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അവളെ ദേഷ്യപ്പെടരുത്. നിന്റെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഗൗരവപ്പെടരുത്. അവളെ വിഷമിക്കരുത്. അവളെ വിഷമിക്കുന്ന വാക്കാരുടെ മുന്നിൽ പറയാൻ പാടില്ല. അവളെ നിന്ദിക്കാൻ പാടില്ല. നിന്റെ കുടുംബക്കാർക്ക്, അവളുടെ കുടുംബക്കാർക്ക് തോന്നണോ ഓനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ഇന്ന ആളാണ്, മനസ്സിലാവണ്ട? ഓനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജമീലാണ്, നമ്മുടെ ജമീലാണ്, അല്ലെ നമ്മൾ ഇന്നാണ്, ഓന്റെ ഭാര്യയാണ്, മനസ്സിലായി? ഓന്റെ ഭാര്യയാണ് ഓനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അവർക്ക് തോന്നണോ? അഭിമാനം വേണോ അവൾക്ക്? ഇവര് തമ്മിലുള്ള ആ ഒരു ഇതിൽ നമുക്ക് പാടുണ്ട് എന്ന് പറയണവര്, മനസ്സിലാവുണ്ട്? ആ വിധത്തിലായിരിക്കും ഞാൻ പെരുമാറേണ്ടത്. നമ്മൾ ഓരോരുത്തരും പെരുമാറേണ്ട ഭാര്യയോട്. അള്ളാന്റെ റസൂലിന്റെ നിബന്ധനകളാണ് ഇതൊക്കെ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അദബുകളാണിത്. ഭാര്യമാരങ്ങനെ വിഷമിപ്പിക്കരുത്. എല്ലാരും മുന്നിൽ വെച്ചാണ് പ്രയാസപ്പെടുന്നത്. ആര് നാലാള് കൂടിയ ഓളെ കളിയാക്കണ വർത്താനം പറയാം. ഒരു പ്രാവശ്യം കളിയാക്കുമ്പോ തമാശ വിചാരിക്കും, രണ്ടാമത്തെ പ്രാവശ്യം കളിയാക്കുമ്പോ തമാശ കാണിക്കും, 300 പ്രാവശ്യം കളിയാക്കുമ്പോ തമാശ. അവള് മനസ്സ് മാറൂലേ നിങ്ങളോട്? പിന്നെ നിങ്ങളോട് എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവാണ്. ഇവനൊക്കെ എന്താ വേണം? കുനിച്ചിരുത്തിട്ട് മുതുകിലിട്ടിക്കണം. ഇവനെ സ്നേഹം ഇല്ലാതിരിക്കാനുള്ള കാര്യം നീ കാട്ടിയിട്ടല്ലടാ. നീ നിന്റെ ഭാര്യയോട് ഭാര്യക്ക് സ്നേഹം ഉണ്ടായിരുന്നു ആദ്യം, അത് നീ ഇല്ലാതാക്കി. നീ നിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ കൂട്ടുകുടുംബാദികളും കൂടി ഇല്ലാതാക്കിയതല്ലേ അവൾക്ക് നിന്നോടുള്ള സ്നേഹം. അതല്ലെങ്കിൽ ആ കൂട്ടുകുടുംബാദികളെ പറയണ്ട, ചിലതൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആരാ പറയുന്നത്. നീ ഇല്ലാതാക്കിയതല്ലേ. തൗബ ചെയ്ത് മടങ്ങി റമദാനിൽ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കും, മനസ്സിലാവുന്നു? നല്ല സ്നേഹത്തിൽ അങ്ങോട്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. പരസ്പരം നല്ല വിട്ടുവീഴ്ച പരസ്പരം, മനസ്സിലാവുന്നു? അല്ലാണ്ട് റസൂല് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, മനസ്സിലാവുണ്ട? എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തീർച്ചയായും, അതായത് അല്ലാണ്ട് റസൂല് ഏറ്റവും വലിയ ദുഷ്ടനെ പറയുക. എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ, ക്രൂരനും ദുഷ്ടനുമായ ഒരു മനുഷ്യൻ. അള്ളാഹു റസൂൽ പറയാ സത്യല്ലേ? അള്ളാഹു റസൂല് ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മുത്തനബി പറയും. ആരാണ്? ചിന്തിച്ചോ. അള്ളാഹു റസൂൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ തന്റെ ഭാര്യയുമായി ഇണചേർന്നതിന് ശേഷം അവരുടെ രഹസ്യം പുറത്തുവിടുന്നവനാകുന്നു. തന്റെ ഭാര്യയുമായി ഇണചേർന്നതിന് ശേഷം അവളുടെ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും, ദാമ്പത്യ അല്ലെ പല രഹസ്യങ്ങളും, അത് പുറത്തുവിടെ. അവളുടെ ശരീരത്തിന്റെ ശാരീരികമായ രഹസ്യങ്ങൾ പുറത്തുവിടുക. അവളുടെ ചാബല്യങ്ങൾ മറ്റുള്ളവരോട് പറയാ, തന്റെ കൂട്ടുകാരോട് പറയാ, അല്ലെങ്കിൽ തന്റെ മറ്റുള്ള ബന്ധപ്പെട്ട ഫ്രണ്ട്സുകളോട് പറയുക, കുടുംബക്കാരോട് പറയുക, പെങ്ങന്മാരോട് പറയുക. അവനാണ് ഏറ്റവും ദുഷ്ടൻ. തന്റെ ഭാര്യയുടെ ശാരീരികമായാലും ഈ സ്വഭാവമായുള്ള രഹസ്യമായാലും പാർട്ട്ണറോട് പറയരുത്, നിന്റെ ഭാര്യ ഇങ്ങനെയാണ്,
പറയരുത്, അതൊക്കെ രഹസ്യമാക്കി വെച്ചോ. നല്ലത് മാത്രം പറയാം. പലർക്കുള്ളതാണ് ഓന്റെ ഭാര്യ എന്തല്ല ഭാര്യ, മറ്റവന്റെ ഭാര്യ എന്തല്ല ഭാര്യ. കാരണം എന്താ, ഓ മനുഷ്യനാണ് ആ രണ്ടുപേരും. അവന്റെ ഭാര്യയുടെ നല്ലതാവും നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ എല്ലാ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എല്ലാവരും തങ്ങളോട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മാന്യനായ പുരുഷൻ എന്ത് ചെയ്യും? ഭാര്യമാനത്തോടുള്ള മോശത്തരം പറയില്ല. മറ്റൊരിങ്ങനെ പറയും മോശം, എന്നാലും തന്റെ ഭാര്യയുടെ മോശത്തരം ഓൻ പറയില്ല. ഓൻ പറയും എന്റെ ഭാര്യ, ഓന്റെ ഭാര്യയുടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ പറയും. അപ്പൊ ഇവൻ വിചാരിക്കാണ് ഓന്റെ ഭാര്യമാർ, അവരുടെ ഭാര്യമാരൊക്കെ എത്ര നല്ല, ഇന്റെ ഭാര്യ മാത്രമേ ഇത്ര മോശമുള്ളൂ. അങ്ങനെയല്ല, നീയാണ് ഏറ്റവും മോശം. കാരണം നിന്റെ ഭാര്യയുടെ മോശത്തരങ്ങള് നിനക്ക് മറച്ചു വെക്കാൻ സാധിച്ചില്ല. നിന്റെ ഭാര്യയിലുള്ള കുറെ ഗുണങ്ങളുണ്ട്, കുറെ നല്ല ഗുണങ്ങളുണ്ട്, അവൾ ചെയ്യുന്ന കുറെ ഉപകാരങ്ങളുണ്ട്, അതെല്ലാം നീ മറച്ചു. നിനക്ക് മറക്കാൻ പറ്റി, നിനക്കത് ഓർമ്മയാവണില്ല. നിനക്ക് ഓളത്തുള്ള ഈ ദൂഷ്യം മാത്രമേ ഓർമ്മ ആവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ കാണുമ്പോ ഓളെ ദൂഷ്യടാ, ഇന്റെ ഭാര്യ ഇങ്ങനെയാണ്, എന്താടാ ചെയ്യാ, കഷ്ടപ്പാടെന്നാണ്, ഇന്റെ ഉമ്മനോട് ഇങ്ങനെയാണ്, എന്റെ അങ്ങനെ ഇതെന്തിനാ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, അല്ലെ ഓള് ഇങ്ങനെയാടാ, എനിക്ക് അങ്ങനെയുള്ളൊരു ആസ്വാദനൊന്നും ഓളക്കൊണ്ട് കിട്ടണില്ലടാ, അവൾക്കത് പോരടാ, അല്ലെങ്കിൽ ഇന്നൊക്കെ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് അവളെക്കൊണ്ട്, ഓൾക്ക് വെറും ഇതന്നെടാ പണി, എനിക്ക് ഒരു സ്വൈര്യം തരൂലടാ, ഇതൊക്കെ എന്തിനാ അവളോട് പറയുന്നു? നീ മാന്യനല്ല, നീ ദുഷ്ടനാണ് മുത്തനബി പറഞ്ഞു. അവരതല്ല, അവര് മാന്യന്മാരാണ്. അവരവരുടെ ഭാര്യമാർക്ക് പുറത്തു വരില്ല, നല്ലത് മാത്രമാണ്. അപ്പൊ അവൾക്ക് എന്തൊരു ഇജ്ജത്തുണ്ട്. അവള് ഇവർക്ക് പോകുമ്പോ അവന്റെ ഭാര്യ എന്ന് പറയുമ്പോ ആൾക്കാരുടെ ഇടയിൽ എന്തൊരു ഇജ്ജത്തുണ്ട്. അത് അവർക്കും ഇജ്ജത്താണ്. തന്റെ അവരുടെ ഭാര്യ നല്ല ഉഷാറാണ് എന്നുള്ള വരുമ്പോ അവനക്കും ഇജ്ജത്താണ്. നീയോ ചിലപ്പോ അവരുടെ ഭാര്യമാരെക്കാൾ നല്ല ഭാര്യയായിരിക്കും നിന്റെ ഭാര്യ, നല്ല സ്വഭാവം ഉണ്ടാവും. ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും അതില്ലാത്ത ആരുള്ളത്, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും, അത് നീ പുറത്ത് കാണിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? ആൾക്കാരുടെ ഇടയിൽ അവള് മോശമായി. മാത്രമല്ല നിന്റെ ഭാര്യയുടെ ദൈവത്ത് പറഞ്ഞു. പിന്നെന്താ ഉണ്ടായത്? നീ മോശക്കാരനായി ആൾക്കാർ എടാ പാവം ചെക്കെ, ആ പെണ്ണിനെ കൊണ്ട് ഓനാള് കുടുങ്ങി. എന്റെ ഇജ്ജത്താ പോയത്, എന്റെ കുടുംബത്തിന്റെ ഇജ്ജത്താ പോയി, നിനക്ക് പെണ്ണ് കാണിച്ചെന്ന് പറഞ്ഞ ഇജ്ജത്താ പോയത്. അപ്പൊ അതുകൊണ്ട് മണ്ടുസത്രമൊന്നും നമ്മൾ ചെയ്യാതിരിക്കും, വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. ഇത് ശരിയല്ലേ? നിങ്ങൾ എഴുത്തിക്കാവി ഇരുന്നിട്ടും കാര്യമില്ല, തറാവി സ്പെഷ്യൽ കാര്യമില്ല, നോമ്പോരോടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് തെക്കുവ ഉണ്ടാവണില്ല, ഇവിടെ മാറ്റം ഉണ്ടാവാൻ നിങ്ങൾ പരിശ്രമിക്കണ്ടേ. തെക്കുവ ഉണ്ടാകാൻ വേണ്ടിയാണ് റമദാൻ മാറ്റം ഉണ്ടാവും, പരിശ്രമിക്കന്നെ വേണം. അല്ല എനിക്കതാവൂല, ഞാൻ പണ്ട് മുതൽ അങ്ങനെ ആയിപ്പോയി, പറ്റൂല. ഈ റമദാൻ മാസത്തിൽ തൗബ ചെയ്ത് മടങ്ങും, എന്റെ സ്വഭാവം മാറ്റം. പെണ്ണാണെങ്കിൽ ആൾക്ക് തന്റെ ഭർത്താവിനോട് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഭർത്താവിനെ വിഷമിപ്പിക്കണം, ഭർത്താവിനെ വെറുപ്പിക്കുന്ന, ഭർത്താവ് നിനക്ക് ചെയ്യുന്ന ഗുണങ്ങൾ, ഭർത്താവ് കഷ്ടപ്പെടുന്നത്, ഭർത്താവ് നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ, നിന്റെ കുടുംബത്തിന് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇജ്ജ് മറക്കാണ്. അത് മറക്കരുത്, ഓർമ്മിക്കണം. അത് കണ്ടുകൊണ്ട് എന്റെ ഭർത്താവിൽ നിന്ന് വരുന്ന ചില പ്രയാസങ്ങൾ എല്ലാവരും പോലെ ആവൂല, ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് അവളോട് നല്ല രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് തന്റെ ഭർത്താവ് ചെയ്തു തരുന്ന ഗുണങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആലോചിക്കണം. അപ്പൊ അദ്ദേഹത്തോട് സ്നേഹം വരും, തന്റെ ഭർത്താവിന്റെ ഗുണങ്ങൾ ആലോചിക്കുന്ന സ്നേഹം വരും. അങ്ങനെ സ്നേഹത്തോടെ പെരുമാറി പഠിക്ക്. ഇതേപോലെ ഭർത്താവ് ഭാര്യയുമായിട്ടും അതേപോലെ അവളുടെ ഗുണങ്ങൾ മാത്രം നീ ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്തിക്കുക. അതിനൊക്കെ പ്രതിഫലമുണ്ട്. അന്യ സ്ത്രീയെ സംബന്ധിച്ച് ചിന്തിക്കലാ തെറ്റ്. എന്നിട്ട് അവളോട് സ്നേഹം ഉണ്ടാക്കി നല്ല രീതിയിൽ നീ വർത്തിക്ക്, നീ പെരുമാറ്. അങ്ങനെ അവളൊക്കെ സൂക്ഷ്മത, തെക്ക് പോകുന്ന സൂക്ഷ്മത, ഭയഭക്തി, ഭയം. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ഇവരുടെ കാര്യത്തിൽ അള്ളാഹു ചോദിക്കും. എല്ലാവരും ഭരണകർത്താക്കളാണെന്നാണ് അവരുടെ പ്രജകളെ സംബന്ധിച്ച് ചോദിക്കും. നമ്മുടെ ഭാര്യ മക്കളോടുള്ള പെരുമാറ്റത്തിൽ അള്ള ചോദിക്കല്ല, നമ്മളെ എന്നെ വിടൂല, നിങ്ങളെ വിടൂല. നമ്മൾ ഈ റമദാനിൽ ഇത് മാറ്റി അവസാനത്തെ 10 ഇത് മാറ്റാൻ തയ്യാറാണ്. ഇന്ന് പെരുന്നാൾ മാസം കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വീട്ടിൽ പെരുന്നാൾ മാസം കാണും. പെരുന്നാൾ അടുക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ സന്തോഷമായി, പെരുന്നാളെ കുട്ടികൾക്കൊക്കെ ആനന്ദമായി, അവിടെ മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങും. മനസ്സിലാവണ്ട, റഹ്മത്തിന്റെ 10 മാത്രമൊന്നുമല്ല, ഒറ്റയുടെ രാവിലെ മാത്രമല്ല, ആകെ മലക്കുകളെ കൊണ്ട് കളിയായിരിക്കും വീട്ടിൽ. എന്താ മനസ്സിലാക്കി? എന്തൊരു സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ റമദാൻ. പോയതറിയില്ല എന്നത് ഈ പ്രാവശ്യത്തെ റമദാൻ പോയതറിയില്ല, അത്ര സന്തോഷത്തിലാക്കാൻ പറ്റണം. മനസ്സിലാവണ്ട. വിവാഹം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിവാഹം കഴിക്കലല്ല, 2-3 വിവാഹം കഴിക്കലല്ല ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? വിവാഹം കഴിക്കുന്നവർക്ക് നിബന്ധന ഉണ്ട്. വിവാഹം കഴിക്കണമെങ്കിൽ, മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ അതിന് നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളെ തെറ്റിച്ചിട്ട് തന്റെ ഇച്ഛ മാത്രം പൂർത്തിയാക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന, തന്റെ നെഫ്സിന്റെ ഇച്ഛകൾ മാത്രം പൂർത്തിയാക്കുക. ഭാര്യയോടുള്ള കടപ്പാട് എന്താണെന്ന് അറിയില്ല. ആദ്യം തന്നെ തന്റെ കൂടെ നിന്ന് പ്രിയതമയോടുള്ള കടപ്പാട് അറിയില്ല. അവളെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഒരു കാര്യം പരിഗണിക്കാതെ കണ്ടിട്ട് വിവാഹം കഴിച്ചു കൂട്ടുന്ന കഴുതകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുറാനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഖുറാന്റെ ഭാഷ അങ്ങനത്തെ ആളുകളെ കഴുതകളാ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വലിയ ഈമാന, ഞാൻ വന്നാളാണ്,
ഞാൻ ഇന്ന മറ്റേ ഇയാളാണ്. അള്ളാന്റെ അടുത്ത് സ്ഥാനല്ലോ. മനസ്സിലാവുണ്ടോ? അതായത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, നിനക്ക് അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വിധത്തിലുള്ള ഒരു സാഹചര്യമാണോ വിവാഹം കഴിച്ച് അത് അനുവദനീയമാണ്. അതാണ് ഇസ്ലാം പറഞ്ഞത്. അല്ല നിങ്ങളെല്ലാവരും കൂടെയാണ് നാലട്ടിക്കോളി എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒന്നുണ്ടെങ്കിൽ നല്ല പോലെ കൊണ്ടെടുക്കാൻ പറ്റുന്നെങ്കിൽ അത് മതിയോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ. മനസ്സിലാവുണ്ടോ? 3 4 ഒക്കെ കെട്ടിയിട്ട് നല്ല രീതിയിൽ തന്റെ ഭാര്യമാരോട് പെരുമാറുകയും അവരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തോട് സന്തോഷമുള്ള വിധത്തിൽ അവിടെ കുട്ടികൾക്കും സന്തോഷമുള്ള വിധത്തിൽ സുന്ദരമായി സ്വർഗീയമായ ജീവിതം ജീവിക്കുന്ന മുത്തനബി പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, മഹാന്മാരുണ്ട്, എത്ര സാധാരണക്കാരുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നഫ്സിന്റെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതിന്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടാവുകയും എന്നിട്ട് അവരിൽ ഒരാളിലേക്ക് അവൻ ചായുകയും ചെയ്താൽ അവൻ ഒരു ഭാഗം ചെരിഞ്ഞായിരിക്കും അന്ത്യനാളിൽ വരിക. ഇങ്ങനെ അല്ലെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ വരുവൻ അന്ത്യനാളിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടാവുകയും, ഇത് 2 ഭാര്യമാരെ കല്യാണം കഴിച്ചോളി എന്നല്ല പറഞ്ഞത്. ഇനി അഥവാ ഉണ്ടാവുകയും ഹലാലായ രീതിയിൽ ഉണ്ടാവുകയും എന്നിട്ട് അവൻ അതിൽ ഒരാളിലേക്ക് കൂടുതൽ ചാഞ്ഞു. സ്നേഹം ഒരാളോട് മാത്രം ചെയ്യലൊക്കെ ഒരു ആദ്യത്തെ ആളോട് പിന്നില്ല, അല്ലെങ്കിൽ 2ാമത് കല്യാണം കഴിച്ച ആളോട് പിന്നില്ല, 1ാമത്തേനോട് തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ 1ാമത്തിനോടില്ല 2ാമത്തിനോട്, ഇങ്ങനെ നല്ല നിലയിൽ പെരുമാറണില്ല. അങ്ങനെ അവരിൽ ഒരാളിലേക്ക് ഇവൻ ചായുകയും ചെയ്താൽ നാളെ മഹ്ശറയിൽ അവൻ ഇതേപോലെ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞിട്ടായിരിക്കും അവൻ മഹ്ശറയിൽ വരിക. മനസ്സിലായോ? വളരെ സൂക്ഷിച്ചോളി, വളരെ സൂക്ഷിച്ചോളി. ഇന്ന് ഇതൊക്കെ അധികരിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഇസ്ലാമും തെക്കുവയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ളിൽ നല്ല ഭയഭക്തി. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഓരോന്നിനെ സംബന്ധിച്ച് ചോദിക്കും, നിന്നെ അള്ളാഹ് ഇവിടെയൊക്കെ അയച്ചിട്ടുള്ള അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലിനി എന്തുകൊണ്ട് മുഴുകണില്ല? അതിലിനി മുഴുകി തെക്കുവേള ഒരാളായിട്ട് ജീവിക്ക്. നിക്കാഹ് സുന്നത്തായത് കാരണത്താല് അത് നമ്മൾക്ക് കുറെ ഗുണങ്ങൾ ദീനിലും ഈമാനിലും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൊക്കെ കൂടെ ഗുണം ചെയ്യുന്നത് കാരണത്താലും അതിൽ കൂടി കൂടുതൽ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് അള്ളാഹിനുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ടായത് കാരണത്താലും നീ വിവാഹം കഴിക്കണം, ദാമ്പത്യ ജീവിതം കൊണ്ടുനടക്കണം. എന്നിട്ട് ആ ഭാര്യയുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും തന്റെ മക്കളോട് സ്നേഹത്തിലും സന്തോഷത്തിലും അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടും നല്ല സുന്ദരമായിട്ടുള്ള മുത്തുനബിയും ഭാര്യമാരും പോലെ നീയും നിന്റെ ഭാര്യയും കുട്ടികളും മുത്തുനബിയും ആയിഷത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയും ജീവിച്ചതുപോലെ നീ നിന്റെ ഭാര്യയും കുട്ടികളും തമ്മിൽ സുന്ദരമായി ജീവിച്ച് മുത്തുനബിയുടെ ഒരു ഷിആർ അടയാളം കാണിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹ്ക്ക് എന്തോ ഒരു ഇഷ്ടം. നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ റഹ്മത്ത് ഇറങ്ങാൻ തുടങ്ങും, മലക്കൾ ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ നീ അള്ളാഹു തആലാന്റെ മഅരിഫത്തിലായിക്കൊണ്ട് ജീവിച്ച് കാണിച്ച് മരിച്ചു പോയിക്കോളി, എന്നാ ഗുണം ഉണ്ടാവും. അതിന് ഈ റമദാൻ മാസം എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. واعف عنا يا كريم واغفر لنا يا رحيم انت مولانا فانصرنا على القوم الكافرين اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وامهاتنا ومشايخنا واساتذتنا واهل سلسلتنا من الديون والمظالم والنار اللهم اجعل മശായിഖന്മാരുടെ ഉസ്താദ്മാരുടെ പദവികൾ നാൾക്കുന്ന ഉയർത്തണം റബ്ബേ. അവരിലും ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലും ഭാര്യ സന്താനങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിലും മോമിനുകളിലും മോമിനാത്തുകളിലും ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ബർക്കത്ത് ചെയ്യുകയും റിസ്ഖിലും ബർക്കത്ത് ചെയ്യുകയും ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അവരെയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. വിജായ സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.